അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് എവരിവൺ. ഇന്ന് നമ്മുടെ രാജ്യം 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ആദ്യമായി എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ. എങ്ങനെ നമുക്ക് പറയാം? നമുക്ക് ആഘോഷിക്കാം, നമുക്ക് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാം. എങ്ങനെ അത് ഇംഗ്ലീഷിൽ പറയും എന്നൊരു കിടിലൻ പ്രയോഗമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. റിപ്പബ്ലിക് ദിനമായിട്ട് ക്ലാസ്സിന് അവധിയൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ അതിനെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് പഠിച്ച് ശീലിക്കുകയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ലെറ്റ് അസ് നമ്മൾ ഉപയോഗിക്കണം. ഫസ്റ്റ് ഒരു ലെറ്റ്, അതിനുശേഷം അസ്, നമുക്ക് എന്നുള്ളതിൻ്റെ ആ വാക്കാണ് അസ്. അതാണ് നമ്മൾ മധ്യത്തിൽ കൊടുക്കേണ്ടത്. മൂന്നാമത് വെർബ്. ശരിക്കും ഇതിൻ്റെ വാക്യഘടന എന്ന് പറയുന്നത് ലെറ്റ് പ്ലസ് അസ് പ്ലസ് വെർബ് എന്നുള്ളതാണ്. ഫസ്റ്റ് ലെറ്റ്, അതിനുശേഷം അസ് എന്നുള്ളത്, മൂന്നാമത് വെർബ് എന്നുള്ളതാണ്. അതിൽ ലെറ്റസ് എന്നുള്ളതിന് നമ്മൾ ചുരുക്കിയിട്ട് ലെറ്റ്സ് എന്ന് പറയും. അത്രേ പറയേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ലെറ്റസ് സമം ലെറ്റ്സ്. അതിനുശേഷം പിന്നെ ഒരു വെർബ് മാത്രം കൊടുത്താൽ നമുക്ക് ഈ കിടിലൻ അർത്ഥം കിട്ടും. നമുക്ക് ആഘോഷിക്കാം. എങ്ങനെ പറയും? ലെറ്റ്സ് സെലിബ്രേറ്റ്. ഫസ്റ്റ് ലെറ്റ്സ് എന്ന് കൊടുത്തു, രണ്ടാമത് സെലിബ്രേറ്റ് എന്ന വെർബ് കൊടുത്തു. സെലിബ്രേറ്റ് എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുക എന്ന അർത്ഥത്തിനുള്ള വെർബാണ്. അത് നമുക്ക് എല്ലാ പാഠത്തിലേക്കും ഉപയോഗിക്കാം. മുൻ പാഠങ്ങളിലേക്ക് പറഞ്ഞ ക്രമത്തിലേക്ക് ഉപയോഗിച്ചാൽ ഐ വിൽ സെലിബ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആഘോഷിക്കുമെന്ന അർത്ഥം കിട്ടും. ഐ ഷുഡ് സെലിബ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആഘോഷിക്കണമെന്ന് അർത്ഥം കിട്ടും. വി ക്യാൻ സെലിബ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആഘോഷിക്കാൻ കഴിയും എന്നർത്ഥം കിട്ടും. ഇങ്ങനെ എല്ലാ പാഠത്തിലേക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ നമ്മുടെ പാഠത്തിൽ, ഇന്നത്തെ പാഠത്തിൽ ലെറ്റ്സ് സെലിബ്രേറ്റ്, നമുക്ക് ആഘോഷിക്കാം, ഇതാണ് അതിന് കിട്ടുന്ന അർത്ഥം. അപ്പം നമുക്ക് നമ്മുടെ 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാം. എങ്ങനെ പറയാം? അതേതായാലും ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്തിൽ പറയുന്നുണ്ട്, ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഏതാനും ചില ഉദാഹരണങ്ങളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ കൊണ്ടുപോകാം. ഫസ്റ്റ് ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം. ഇപ്പോൾ ലെറ്റ്സ് എന്ന് വെച്ചു, രണ്ടാമതൊരു വെർബ് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യം നമുക്ക് ചെയ്യാം എന്നുള്ള അർത്ഥം. ഇത് നമുക്ക് ചെയ്യാം എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രയോഗമാണ്. അതിന് ലെറ്റ്സ് എന്നതിന് ശേഷം ഗോ എന്നോ കം എന്നോ റൈറ്റ് എന്നോ സ്പീക്ക് എന്നോ എന്താ വെർബ് എങ്കിൽ അത് നമ്മൾ വെക്കുക. അത് നമുക്ക് ചെയ്യാം എന്നുള്ള അർത്ഥം. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം, ലെറ്റ്സ് സ്പീക്ക് ഇംഗ്ലീഷ്. നമുക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാം, ലെറ്റ്സ് പ്രാക്ടീസ് ഇംഗ്ലീഷ്. നമുക്ക് വേഗത്തിൽ ഓടാം, ലെറ്റ്സ് റൺ ഫാസ്റ്റ്ലി, ലെറ്റ്സ് റൺ സ്പീഡ്ലി എന്നൊക്കെ പറയാം. നമുക്ക് പോകാം, ലെറ്റ്സ് ഗോ. നമുക്ക് ഗൾഫിലേക്ക് പോകാം, ലെറ്റ്സ് ഗോ ടു ഗൾഫ്. ഇങ്ങനെയാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്. അതുപോലെ നമുക്ക് ആഘോഷിക്കാമെന്നാണ് ലെറ്റ്സ് സെലിബ്രേറ്റ്. നമുക്ക് ഉണ്ടാക്കാം, ലെറ്റ്സ് മേക്ക്. നമുക്ക് കാപ്പി ഉണ്ടാക്കാം, ലെറ്റ്സ് മേക്ക് കോഫി. നമുക്ക് ചായ കുടിക്കാം, ലെറ്റ്സ് ഡ്രിങ്ക് ടീ. നമുക്ക് വെള്ളം കുടിക്കാം, ലെറ്റ്സ് ഡ്രിങ്ക് വാട്ടർ. ഇങ്ങനെ നമുക്ക് ആവശ്യമായ സെൻറ്റൻസുകളെല്ലാം ഇതിലൂടെ പറയാം. മറ്റൊരു കിടിലൻ പ്രയോഗം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്, ഒരു വെർബിൻ്റെ മുമ്പ് ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യം ചെയ്യാൻ എന്നുള്ളൊരർത്ഥം കിട്ടും. ടു വിസിറ്റ്. വിസിറ്റ് എന്ന് പറഞ്ഞാൽ സന്ദർശിക്കുക എന്നതിൻ്റെ വെർബാണ്. ടു വിസിറ്റ്, സന്ദർശിക്കാൻ. ടു കം എന്ന് പറഞ്ഞാൽ വരാൻ എന്നുള്ള അർത്ഥം കിട്ടും. അപ്പോൾ അത് നമ്മുടെ ഈ ഉദാഹരണത്തിൽ തന്നെ കൊണ്ടുവരികയാണെങ്കിൽ ലെറ്റ്സ് ഗോ ടു സ്റ്റഡി. ലെറ്റ്സ് ഗോ നമുക്ക് പോകാം, ടു സ്റ്റഡി പഠിക്കാൻ. അപ്പോൾ നമുക്ക് പഠിക്കാൻ പോകാം, ലെറ്റ്സ് ഗോ ടു സ്റ്റഡി. നമുക്ക് പരിശീലിക്കാൻ പോകാം, ലെറ്റ്സ് ഗോ ടു പ്രാക്ടീസ്. നമുക്ക് കളിക്കാൻ പോകാമെന്നോ, ലെറ്റ്സ് ഗോ ടു പ്ലേ. ലെറ്റ്സ് ഗോ ടു പ്ലേ ക്രിക്കറ്റ്. നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോകാം. അതുപോലെ തന്നെ ലെറ്റ്സ് ഗോ ടു പ്ലേ, നമുക്ക് കളിക്കാൻ പോകാം. ലെറ്റ്സ് സെലിബ്രേറ്റ് അവർ 77th റിപ്പബ്ലിക് ഡേ. ലെറ്റ്സ് സെലിബ്രേറ്റ്, നമുക്ക് ആഘോഷിക്കാം. ലെറ്റ്സ് സെലിബ്രേറ്റ് അവർ 77th റിപ്പബ്ലിക് ഡേ. നമുക്ക് നമ്മുടെ 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാം. അപ്പോൾ നമുക്ക് ആഘോഷിക്കാം എന്നുള്ളതിന് ലെറ്റ്സ്, ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്? ലെറ്റ്സ്. അതിനുശേഷം വെർബ് വെച്ചു. അപ്പോൾ ലെറ്റ്സ് സെലിബ്രേറ്റ്, നമുക്ക് ആഘോഷിക്കാം. പിന്നെ നമുക്ക് ആവശ്യാനുസരണം എന്താ വെച്ചെങ്കിൽ വെച്ച് കൊടുക്കാം. നമുക്ക് നമ്മുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാം, ലെറ്റ്സ് സെലിബ്രേറ്റ് ബർത്ത്ഡേ ഓഫ് അവർ ചൈൽഡ്. നമുക്ക് നമ്മുടെ കുട്ടിയുടെ
ബർത്ത്ഡേ ആഘോഷിക്കാം എന്ന് നമുക്ക് പറയാം. ലെറ്റ്സ് കോൾ നമുക്ക് വിളിക്കാം. ലെറ്റ്സ് കോൾ ഹിം നമുക്ക് അവനെ വിളിക്കാം. ഹിം അവനക്ക് അവനോട്. ലെറ്റ്സ് ടീച്ച് ഹിം നമുക്ക് അവനെ പഠിപ്പിക്കാം. ഇങ്ങനെ നമുക്ക് പറയാം. ലെറ്റ്സ് ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നാണ്. ലെറ്റ്സ് ടേക്ക് എ പ്ലെഡ്ജ് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. ടു ബിൽഡ് ഇന്ന് നമ്മൾ പഠിച്ച രണ്ടാമത്തെ കിടിലൻ പ്രയോഗം. ടു ബിൽഡ് നിർമ്മിക്കാൻ. എ ഡെവലപ്ഡ് നേഷൻ ഒരു വികസിത രാജ്യം നിർമ്മിക്കാൻ കെട്ടിപ്പടുക്കാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. അപ്പോൾ ടു ബിൽഡ് എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക, ഉണ്ടാക്കുക എന്നൊക്കെ അർത്ഥത്തിനുള്ള വെർബാണ്. അപ്പോൾ ടു ബിൽഡ് നിർമ്മിക്കാൻ എന്നുള്ള ഒരു അർത്ഥം കിട്ടി. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എല്ലാ സെൻറ്റൻസിൻ്റെയും അതിൻ്റെ വാക്യഘടന കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രയോഗമാണ് ടു എന്നതിന് ശേഷം ഒരു വെർബ് വെക്കുക, അത് ചെയ്യാൻ എന്നുള്ള അർത്ഥം കിട്ടും. ലെറ്റ്സ് ഗോ ടു സ്റ്റഡി നമുക്ക് പഠിക്കാൻ പോകാം. നമുക്ക് ഉറങ്ങാൻ പോകാമെന്നോ? ലെറ്റ്സ് ഗോ ടു സ്ലീപ്പ്. ടു എന്നത് അത് നമ്മൾ വെച്ചു, അതിനുശേഷം ഒരു വെർബിൻ്റെ അടിസ്ഥാന രൂപം വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ എന്നുള്ള അർത്ഥം കിട്ടും. ലെറ്റ്സ് ഗോ ടു സ്ലീപ്പ് നമുക്ക് ഉറങ്ങാൻ പോകാം. ലെറ്റ്സ് ഗോ ടു ഡ്രിങ്ക് നമുക്ക് കുടിക്കാൻ പോകാം. ഇങ്ങനെ നമുക്ക് ഈ ഒരു അർത്ഥം കിട്ടുന്നതാണ് എന്നുള്ള ഒരാശയമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പ്രധാനപ്പെട്ട ക്ലാസ്സും അതിനോടുകൂടെ മറ്റൊരു കിടിലൻ പ്രയോഗവും പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം പരമാവധി കൂടുതൽ തവണ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ശീലമാക്കുക. അപ്പോൾ മാത്രമേ ഇത് നിങ്ങളുടെ ആവശ്യാനുസരണം ഇംഗ്ലീഷ് പ്രയോഗത്തിൽ നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. കൂടുതൽ സംസാര മധ്യത്തിലൊക്കെ ആവശ്യാനുസരണം അത് നമ്മുടെ നാവിൽ തന്നെ വന്ന് ചേരുകയുള്ളൂ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ ഇന്ത്യക്കാർക്കും റിപ്പബ്ലിക് ദിനം ആശംസിക്കുകയാണ്.